ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിതേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ 10,000-ഓളം വരുന്ന ഫ്രണ്ട്സ്, ഞാൻ ചുമ്മാ പറഞ്ഞു, വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പിള്ളേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ക്രാഫ്റ്റ് ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് വരാന്നുള്ളത്. ഇപ്പം എൻ്റെ അടുത്ത് കൂടുതലും ചോദിക്കുന്നത് UAE റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് ഇപ്പോൾ വിസിറ്റ് വിസയിലോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ദുബായിലേക്കോ ഷിഫ്റ്റ് ആയിട്ടുള്ള ആളുകൾ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ വരുമാനം നേടാവുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് ക്രാഫ്റ്റിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നത്. ഞാനിത് വലിയ പ്രോയോ അല്ലെങ്കിൽ വിജയിച്ച വലിയൊരാളോ ഒന്നും ആയിട്ടല്ല കേട്ടോ. കുറച്ച് കാലമായിട്ട് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് മാത്രമാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാൻ ശ്രമിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോടെ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. വളരെ സിമ്പിളാണ്. ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രം മതി. ഞാനൊക്കെ ക്രാഫ്റ്റ് തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു സാധനത്തിൽ മാത്രമാണ്. എനിക്ക് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒരു കഴിവുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ക്രാഫ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്, വളരെ അവിചാരിതമായിട്ട്. അതിൻ്റെ സ്റ്റോറി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം പറയാം കേട്ടോ. അപ്പം നമ്മൾ വിഷയത്തിന് തെന്നി മാറണ്ട. സിമ്പിളായിട്ട് എങ്ങനെ നമ്മൾ ക്രാഫ്റ്റ് ബിസിനസ്സിലേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നാട്ടിലായിക്കോട്ടെ, UAE ലോകത്തിൻ്റെ ഏത് കോണിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട. കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുർജ് ഖലീഫയോ താജ്മഹലോ ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമല്ല കേട്ടോ. ഭംഗിയായിട്ടൊരു കാര്യത്തെ ഫിനിഷ് ചെയ്യാനുള്ള കഴിവുണ്ടായാൽ മതി. അതായത് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള കഴിവ് മാത്രം ഉണ്ടായാൽ മതി. ഞാനിത് ഒട്ടും പ്രിപ്പയർ ആയിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലോസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രാഫ്റ്ററും അല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതിലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവാം. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊരു പേജ് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുരുതുര ഓർഡേഴ്സ് ഒന്നും വരില്ല. സക്സീഡഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് വരുന്നുണ്ടാവുക. അതായത് ഓരോ ആളുകളിനെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും നമ്മൾ മേ ബി വരുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മളെ അവരോടൊരിക്കലും കമ്പയർ ചെയ്യാൻ ശ്രമിക്കരുത്. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് അവർ ഇതേപോലെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവുക. നമ്മൾ അവരുടെ സക്സസ് സ്റ്റേജ് മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ഓർഡർ കൊണ്ട് ഒരു മാസം ഓടിയിരുന്ന കാലം ഉണ്ടാവും അവരായിരിക്കും ഇപ്പോൾ 100 ഓർഡർ ഒരു ദിവസം എടുക്കുന്നുണ്ടാവുക. സോ ഒരു കാരണവശാലും നിങ്ങൾ ആരെയും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളായിട്ട് തന്നെ തുടരുക, നിങ്ങളുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ 100% ഇടുക. മെയിൻ സാധനം അതാണ്, നിങ്ങൾ 100% ഇടുക. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതൊരു കുഞ്ഞു ഓർഡർ ആയിക്കോട്ടെ, 5 രൂപയുടെ ഓർഡർ ആയിക്കോട്ടെ, 100 രൂപയുടെ ഓർഡർ ആയിക്കോട്ടെ, 10,000 രൂപയുടെ ഓർഡർ ആയിക്കോട്ടെ, നമ്മൾ ആത്മാർത്ഥത ഇട്ടു എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റണം. ഈ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഓർഡേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എല്ലാവർക്കും ഡൗട്ടുള്ളത് കേട്ടോ. ഈ ഒരുവിധം ക്രാഫ്റ്റേഴ്സ് ഒന്നും നമ്മുടെ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രൈസിങ് കാര്യങ്ങളോ ഒന്നും പറഞ്ഞു തരില്ല. എല്ലാം നമുക്ക് ഒരിക്കലും അവർ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് അവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ചോദിക്കുന്ന സമയത്ത് മേ ബി ഷെയർ ചെയ്യാൻ അവർ വില്ലിങ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കുറേ ക്രാഫ്റ്റേഴ്സ് ഉണ്ട് അങ്ങനെ. പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. മേ ബി ഞാൻ ഓൾറെഡി ഒരു ജോലിയുള്ള ആളാണ്, എനിക്കിതൊരു പാഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കൊണ്ടു നടക്കുന്ന സാധനം ആയതിനെ കൊണ്ടായിരിക്കാം. ഒരു സമയത്ത് ഞാൻ എൻ്റെ ഫുൾ ടൈം ജോബായിട്ട് ക്രാഫ്റ്റ് ചെയ്തിരുന്ന ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നമ്മൾ കൊടുത്താൽ ചോർന്നു പോകുന്ന സാധനമല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി എൻ്റെ തെറ്റിദ്ധാരണ ആയിരിക്കാം. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നാട്ടിലായിരുന്ന സമയത്ത് ഒരുപാട് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് പേജസ് എല്ലാം എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഞാൻ അത്ര അപ്ഡേറ്റഡ് അല്ല. കാരണം മോർ ദാൻ ഒരു 3 years ആയിട്ട് ഞാൻ UAE-ലാണുള്ളത്. ഇവിടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്ന പേജസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കാറുള്ളത്. കമ്പാരിറ്റീവ്ലി നാട്ടിനേക്കാളും ഡബിൾ എക്സ്പെൻസ് ആണ് ഇവിടെ ഓരോ സാധനങ്ങൾക്കും. ഞാൻ നാട്ടിലെ പ്രൈസ് കാണുമ്പോൾ ശരിക്കും സർപ്രൈസ്ഡ് ആവാറുണ്ട്. ഒരു ബോക്സൊക്കെ വളരെ ചെറിയ പ്രൈസിന് വെക്കുന്ന സാധനമായിരിക്കും ഇവിടെ അതിന് ഡബിളും ത്രിബിളും പ്രൈസ് എടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. ഞാനൊരു പ്രാവശ്യം ഫ്രഷ് ഫ്ലവറിൻ്റെ കേസിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിൽ 30 രൂപയുടെ ഫ്ലവറിന് ഇവിടെ 5 ദിറംസ് അല്ലെങ്കിൽ 8 ദിറംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഓരോ ഐറ്റംസിനും നല്ല ഡിഫറൻസ് ഉണ്ട്. ചില ഐറ്റംസ് ഒക്കെ ഇവിടെ കുറച്ച് ചീപ്പായിട്ട് കിട്ടും കേട്ടോ. നല്ല ഭംഗിയുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചീപ്പായിട്ട് കിട്ടുന്നതും ഉണ്ട്. പിന്നെ മേ ബി എനിക്ക് മാർക്കറ്റിനെ കുറിച്ചൊരു വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാനും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഞാൻ സ്ക്രാപ്പ് ബുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും കൂടുതൽ ചെയ്യുന്നില്ല. അങ്ങനത്തെ മെറ്റീരിയൽസ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉള്ളത് തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് UAE-ലേക്ക് വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഒരു 30 kg ലഗേജ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് മാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആളായിരുന്നു.
ഇപ്പോഴാണെങ്കിൽ നമ്മൾ കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആമസോൺ, നൂൺ, ടെമു, ട്രെൻഡുകൾ പോലത്തെ സാധനങ്ങളിൽ നിന്നൊക്കെ നല്ല ഐറ്റംസ് കാണുമ്പോൾ ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഐറ്റംസ് വാങ്ങിക്കാറുണ്ട്. ഒരിക്കലും ഒരു സ്ഥലത്ത് മാത്രം റിലേ ചെയ്ത് നിൽക്കുന്നില്ല. ഓരോന്നും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ പ്രൈസ്, അതുപോലെ തന്നെ ഓഫേഴ്സ്, കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വാങ്ങിക്കാറുണ്ട്. ഇതൊന്നും കൂടാതെ ലോക്കലായിട്ടുള്ള സ്റ്റോറുകളിൽ നിന്ന് ബോക്സുകൾ, ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വാങ്ങിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ പ്രൈസിങ് ആണ്. പ്രൈസിങ് ശരിക്കും ഓരോ ആളുകൾ പേഴ്സണലായിട്ട് തീരുമാനിക്കേണ്ട സാധനമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുതരാം. യുഎഇയിലാവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എക്സ്പെൻസ് കൂടുതലാണ്. ഷിപ്പിംഗ് ചാർജസ് ആണെങ്കിലും പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ആണെങ്കിലും എല്ലാം. നമ്മൾ ഒരിക്കലും സോഷ്യൽ സർവീസ് അല്ല ചെയ്യുന്നത് എന്നുള്ള കാര്യം പൂർണ്ണ ബോധ്യം വേണം. നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മാൻ അവറിന് പ്രൈസ് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിൽ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് പ്രൈസ് ഇടേണ്ടത് നമ്മളാണ്. നമ്മൾ 1 മണിക്കൂറിന് എത്ര ചാർജ് ചെയ്യണം തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടും വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രൈസ് കൂടുതലാണെന്ന് തോന്നുന്ന ആളുകൾക്ക് പ്രൈസ് കുറഞ്ഞ ആളെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ പ്രൈസ് കുറവാന്ന് തോന്നുന്നവർക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ എനിക്കൊരു വർക്ക് എടുക്കുന്ന സമയത്ത് ഇതാണ് എൻ്റെ വർക്കിംഗ് ചാർജ് എന്ന് പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ വർക്കിംഗ് ചാർജ്. അതിലൊരു ഡിഫറൻസും ഇല്ല. അത് മനസ്സിലാക്കിയെടുക്കാൻ മേ ബി നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ആദ്യം മേ ബി നിങ്ങൾ അണ്ടർ പ്രൈസിങ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഓവർ പ്രൈസിങ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ത്രൂ എക്സ്പീരിയൻസ് തന്നെ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ പ്രൈസിങ് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളെല്ലാം. ആസ് പെർ യുവർ എക്സ്പീരിയൻസ് നിങ്ങളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു അതെല്ലാം നോക്കി നിങ്ങൾ അതിനനുസരിച്ച് പ്രൈസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളൊന്ന് ഓർഡറൊക്കെ റെഡിയായി സെറ്റായി ട്രാക്ക് ആവുന്നത് വരെ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളെല്ലാം ചെയ്യേണ്ടി വരും. നമ്മളൊരു ബിസിനസ് ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഷോക്കേസ് ചെയ്യൽ മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് കാണുന്ന എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ അത് പറ്റുന്നുള്ള കാര്യം നമ്മൾ തെളിയിക്കണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് കുറച്ച് ഓർഡേഴ്സ് വരാൻ വേണ്ടി നമ്മളൊന്ന് ബുദ്ധിമുട്ടേണ്ടി വരും. മേ ബി നമ്മുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിനെയോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിലും നമ്മുടെ 100% അല്ലെങ്കിൽ 101% ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം അത് അടിപൊളിയാക്കണം. നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ സപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിന് ആളുകളിലേക്ക് എത്തിക്കണം. ആളുകളിലേക്ക് എത്തുന്ന വരെ പ്രശ്നമുള്ളൂ. എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം സ്മൂത്ത് ആയിരിക്കും. ഒരു സ്മോൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ തലകേറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിവുണ്ടെന്നുള്ള ബോധ്യം, എനിക്കിത് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങാം. പിന്നെ യുഎഇയിൽ ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് കൂടെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ വലിയ പ്രോ അല്ല കേട്ടോ. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഒരേ ഒരു കൊറിയർ ടീമിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കൊറിയറിൻ്റെ പേര് നാസിക്സ് എന്നാണ്. ഞാനിപ്പോൾ വൈഡ് വെറൈറ്റീസ് ഓഫ് ട്രൈ ചെയ്യുന്നുണ്ട്, കാരണം ബെറ്റർ പ്രൈസ് ഓപ്ഷൻസും അതുപോലെ തന്നെ ബെറ്റർ ഓപ്ഷൻസും കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് സേഫായിട്ട് അവരെ തോന്നിയതിനെ കൊണ്ട് ഞാൻ അവരെ തന്നെയാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നത്. മേ ബി ഞാൻ മാറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് കൊറിയർ സർവീസസ് ഉണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ 1 day ഡെലിവറി എല്ലാം ഉള്ള ഒരുപാട് കൊറിയർ ഏജൻസികൾ കിട്ടും. അതിൽ നിന്നും നമ്മൾ കോൾ ചെയ്ത് കൺഫേം ചെയ്ത് നമുക്ക് പറ്റുന്ന പോലെ ചൂസ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ പ്രൈസ് റേഞ്ചും നമുക്ക് എന്താണോ സപ്പോർട്ടീവായിട്ട് കിട്ടുന്നത് അതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീംസിനെ ചൂസ് ചെയ്യാം കേട്ടോ. ശരിക്കും ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ലാതെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പൊതുവേ ഞാൻ വീഡിയോസിന് വേണ്ടി അത്ര സ്ക്രിപ്റ്റ് ചെയ്യാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും നിൽക്കാറില്ല. എനിക്ക് അറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ട് തരിക. കൂടുതൽ ഡൗട്ട്സോ ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.